Hi friends, welcome back to OET Geno's Info Box. OET related updates and information ആണ് ഈ ചാനൽ വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. OETയുടെ ഓൺലൈൻ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിനോടുകൂടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് കോർഡിനേറ്ററോ കൗൺസിലറോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റൈറ്റിംഗ് ടാസ്ക് ആണ്. മിസ്സിസ് ജോർജിയ ഹരിഡൽ എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ടാസ്ക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റൈറ്റിംഗ് ടാസ്കിൽ ക്വസ്റ്റ്യനിൽ ഏതെല്ലാം ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോർജിയ ഹരിഡൽ എന്ന് പറയുന്ന പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലിലെ ചാർജ് നേഴ്സാണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ഫുൾ നെയിം ജോർജിയ ഹരിഡൽ, ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 12 ജാനുവരി 1976 ആണ്. സോ പേഷ്യൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം എന്ന് ആവശ്യമുള്ളവർക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ലെറ്റർ എഴുതുന്ന ഡേറ്റ് ഏതാണോ അതനുസരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. 16 ബ്രാക്സ്റ്റൺ സ്ട്രീറ്റ്, മിൽ ഹിൽ, അതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്. പിന്നെ സോഷ്യൽ ഹിസ്റ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ ഹിസ്റ്ററിയിൽ അവർ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പാർട്ട് ടൈം പ്രൈമറി സ്കൂൾ ടീച്ചറാണ്, മാരീഡ് ആണ്, 4 ചിൽഡ്രൻ ആണ് ഇവർക്കുള്ളത്. അവ ചിൽഡ്രൻ്റെ ഏജ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അലർജീസിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് നിൽ എന്നുള്ളതാണ്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ 2008 കാർ ക്രാഷ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ബ്രോക്കൺ ആയെന്നും അതിൽ നിന്ന് റിക്കവറി ആയെന്നും പറഞ്ഞിട്ടുണ്ട്. റിക്കവറിക്ക് 10 months ആണ് റിക്വയർഡ് ആയിട്ട് വന്നതെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രസൻ്റ്ലി ഈ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ആണല്ലോ, അപ്പം അഡ്മിഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ ഡേറ്റ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ March 12, 2018 ആണ്. ഇനി സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ നഴ്സിൻ്റെ അടുത്തോ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് 2 to 3 months പീരീഡ് ആയിട്ട്, പിന്നെ ത്രോബിങ് ഇൻ ആം റീജിയൻ, അതേപോലെ പെയിനും 1 മാസമായിട്ടുണ്ട്. ആം ജോയിൻറ്റ്സ് ഇൻഫ്ലെയിംഡ് ആണ്, കോസിങ് മേജർ ഡിസ്കംഫർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. നീ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ പെയിനും നീസിലുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ ഇൻ ഹാൻഡ്സ് അഫക്റ്റിംഗ് ബേസിക് ആക്ഷൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡയഗ്നോസിസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ഇനി നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഡ്യൂറിങ് ഹോസ്പിറ്റൽ സ്റ്റേ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുട്ടീൻ, സ്വെല്ലിംഗ് റിഡ്യൂസ്ഡ്, ഈറ്റിംഗ് വെൽ, ഫിസിയോതെറാപ്പി അറേഞ്ച്ഡ്, പേഷ്യൻറ്റ് ആങ്ഷ്യസ് ടു റിട്ടേൺ ടു വർക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്ചാർജ് പ്ലാനിലാണെങ്കിൽ പേഷ്യൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ടു ബി ടേക്കൺ ആസ് പ്രിസ്ക്രൈബ്ഡ്, patient prescribed naproxen 0.5 gram to be taken twice daily and refer to rheumatologist to give patient full consultation. ഇത്രയാണ് ഡിസ്ചാർജ് പ്ലാനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പം റൈറ്റിംഗ് ടാസ്ക് നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് ടാസ്കിൽ യൂസിങ് ദി ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട്സ് റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ഡോക്ടറിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. റുമാറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഓഫ് നോർത്ത് ലണ്ടൻ എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ അതിനുശേഷം അവർ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എക്സ്പാൻഡ് ദ റിലവൻറ്റ് നോട്ട്സ് ഇൻ ടു കംപ്ലീറ്റ് സെൻറ്റൻസസ്, ഡു നോട്ട് യൂസ് നോട്ട് ഫോം, യൂസ് ലെറ്റർ ഫോർമാറ്റ്, ദ ബോഡി ഓഫ് ദ ലെറ്റർ ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി 180 to 200 words. ഈ പറയുന്ന താഴെ കൊടുത്തിരിക്കുന്ന ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ റൈറ്റിംഗ് ടാസ്കുകളിലും നോർമലി റൈറ്റിംഗ് ടാസ്കിന് ശേഷം കൊടുക്കുന്ന കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ലെറ്റർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ടു മീഡിയം ലെവലിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 1 to 1.5 പേജാണ് ഈ ക്വസ്റ്റ്യൻ ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 45 minutes ആണ് ഒരു റൈറ്റിംഗ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊരു കാൻഡിഡേറ്റിനും ലഭിക്കുന്നത്. അതിൽ 5 minutes എന്ന് പറയുന്നത് റീഡിംഗ് ടൈമാണ്. അപ്പോൾ റീഡിംഗ് ടൈമിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്നു. ക്വസ്റ്റ്യൻ വായിക്കുമ്പം നമ്മൾ ആദ്യം തന്നെ വായിക്കേണ്ടത് റൈറ്റിംഗ് ടാസ്ക് ആണ്. അപ്പോൾ റൈറ്റിംഗ് ടാസ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ടൈപ്പ് ഓഫ് ലെറ്റർ മനസ്സിലാക്കാൻ പറ്റും. ഇത് റഫറൽ ലെറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ ഈ ലെറ്റർ ആർക്കാണ് എഴുതുന്നതെന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, റുമാറ്റോളജിസ്റ്റ് ആണ്. ഇനി പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. അപ്പം റൈറ്റിംഗ് ടാസ്ക് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഇതിന് ശേഷം നമ്മൾ ഫ്രം ദ ബിഗിനിങ്
ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇതിൽ ഏതൊക്കെ ഇൻഫർമേഷനാണ് റിലവൻ്റ് എന്നുള്ളത് നോക്കണം. അപ്പം റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒന്നെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് ടിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ഇപ്പോൾ റീഡിംഗ് ടൈമിൽ നമുക്ക് പെൻസിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് വായിച്ച് ഇൻഫർമേഷൻ മനസ്സിലാക്കുക. 5 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 40 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ റിലവൻ്റ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ചൂസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അണ്ടർലൈൻ ചെയ്യുക, അതല്ലെങ്കിൽ ടിക്ക് ചെയ്യുക. അപ്പം ഇറലവൻ്റ് ആയിട്ടുള്ള ഇതിൽ എഴുതേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ആ ഇൻഫർമേഷൻ ഒന്ന് ഇൻഡ്യൂ മാർക്ക് ഇടുകയോ അതല്ലെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യാം. അടുത്ത് ഒരു പ്രാവശ്യമായിട്ട് നോക്കിയിട്ട് ലെറ്ററിലെ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുമ്പം ആ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇപ്പോൾ നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിൽ ഏതൊക്കെ ചൂസ് ചെയ്യണമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേര് ആൻഡ് ഏജ് അത് മസ്റ്റാണ്. ഇവിടെ 42 ഇയർ ഓൾഡ് പേഷ്യൻ്റ് ആണെന്ന് അവർ ഫസ്റ്റ് ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ പേഷ്യൻറ്റിൻ്റെ പേര് ജോർജിയ ഹർഡിൽ എന്നുള്ളത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫീമെയിൽ ആണെന്നുള്ളത് നമ്മൾ മെമ്മറിയിൽ വെക്കേണ്ട കാര്യമാണ്. ഇനി സോഷ്യൽ ഹിസ്റ്ററിയിൽ ഈ പേഷ്യൻറ്റിനെ നമ്മളെ റെസിപ്പിയൻ്റ് ആയ റൊമാറ്റോളജിസ്റ്റിന് ഇതിനു മുൻപ് അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ് ഈ പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആ ഡോക്ടറിനെ ലഭിക്കുന്നത്. അപ്പം സോഷ്യൽ ഹിസ്റ്ററി റിലവൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഹിസ്റ്ററി നമ്മളവിടെ മെൻഷൻ ചെയ്യണം. നമുക്ക് ഈ പേഷ്യൻറ്റിനെ പാർട്ട് ടൈം പ്രൈമറി സ്കൂൾ ടീച്ചർ ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. ബിക്കോസ് ലാസ്റ്റ് പേഷ്യൻറ്റിൻ്റെ കൺസേൺ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഷീ ഈസ് ആങ്ഷ്യസ് ടു റിട്ടേൺ ടു വർക്ക് എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ഈ സോഷ്യൽ ഹിസ്റ്ററിയിൽ പേഷ്യൻറ്റ് പ്രൈമറി സ്കൂൾ ടീച്ചറാണ്, പാർട്ട് ടൈം പ്രൈമറി സ്കൂൾ ടീച്ചർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. മാരീഡ് ആണെന്നും 4 ചിൽഡ്രൻ ഉണ്ടെന്നുള്ളതും നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അലർജീസിന് ഇല്ല, ആയതുകൊണ്ട് തന്നെ അലർജീസിനെ പറ്റി ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യകതയില്ല. പിന്നെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി 2008 കാർ ക്രാഷ് ആയിരിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് ബ്രോക്കൺ ആയിരുന്നെന്നും റിക്കവറി റിക്വയർഡ് 10 months എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി മെൻഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. ബിക്കോസ് ഇത് 2018 അഡ്മിഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. 80 yearsന് ശേഷം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വന്നു. ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസുമായിട്ട് 2008 കാർ ക്രാഷിന് ഒരു റിലേഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. അഡ്മിഷൻ ഡേറ്റ് ഒബ്വിയസ്ലി എന്നാണ് അഡ്മിറ്റ് ആയതെന്ന് നമ്മൾ എഴുതണം. ഇവിടെ March 12, 2018 അഡ്മിറ്റ് ആയിരിക്കുന്നത്. സബ്ജക്റ്റീവായിട്ട് പേഷ്യൻ്റ് പറഞ്ഞ ഇൻഫർമേഷനിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് 2 to 3 months പീരീഡ് ആയിട്ട് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ഉണ്ടെന്നുള്ളത്, ത്രോബിങ് ഇൻ ആം റീജിയൻ എന്നുള്ളത് നമ്മൾ എഴുതേണ്ട കാര്യമാണ്. ജോയിൻറ്റ് പെയിൻ, സ്റ്റിഫ്നെസ് ടു ജോയിൻറ്റ് പെയിൻ 1 month ആയിട്ട് ഉണ്ടെന്നുള്ളത് എഴുതേണ്ട കാര്യമാണ്. ആം ജോയിൻറ്റ്സ് ഇൻഫ്ലെയിംഡ് ആണെന്നുള്ളതും പേഷ്യൻ്റ് അത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതും നമുക്ക് മെൻഷൻ ചെയ്യാം. നീ ജോയിൻറ്റ്സിൽ സ്റ്റിഫ്നെസ്സും പെയിനും ഉണ്ടെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാം. സ്റ്റിഫ്നെസ്സും പെയിനും, ഹാൻഡിലുള്ള സ്റ്റിഫ്നെസ്സും പെയിനും ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഡയഗ്നോസിസ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്നുള്ളത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എഴുതണം. നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഡ്യൂറിങ് ദ ഹോസ്പിറ്റൽ സ്റ്റേയിൽ വരുമ്പം പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ ടൈമിലുള്ള സബ്ജക്റ്റീവ് കംപ്ലയിൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം സ്വെല്ലിംഗ് റെഡ്യൂസ്ഡ് ആണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എഴുതാം. പിന്നെ പേഷ്യൻറ്റിൻ്റെ ജനറൽ ഹെൽത്ത്, ഈറ്റിംഗ് വെല്ലാണ് എന്നുള്ളത് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് കമ്പാരിറ്റീവ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഫിസിയോതെറാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എഴുതാം. പിന്നെ പേഷ്യൻറ്റിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ മെഡിസിൻസ് ആണെന്നും അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ഇൻഫർമേഷനാണ് ജനറലി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ലെറ്റർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മോൾ ലെറ്റർ ആണ്. സോ ഇൻഫർമേഷൻ, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കി റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെ നമുക്ക് ഒരു സ്റ്റോറി പോലെ ഓർഗനൈസ് ചെയ്ത് ഇതിനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. ഇൻട്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ പർപ്പസ് ഓഫ് ദ ലെറ്റർ ആണ് മെയിൻ ആയിട്ടും അവിടെ സ്റ്റേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇത് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് ഒരു മോഡൽ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ, ഐ റൈറ്റ് ടു റെഫർ മിസ്സിസ് ഹെറിഡിൽ ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഷീ റിക്വയർസ് എ ഫുൾ കൺസൾട്ടേഷൻ അറ്റ് യുവർ സർവീസ് ഫോളോയിങ് ഹെർ ഡിസ്ചാർജ്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പേഷ്യൻറ്റിൻ്റെ പ്രസൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലെറ്റർ, ഈ റെസിപ്പിയൻറ്റിന് എന്തിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി അതുപോലെ തന്നെ അടുത്ത പാരഗ്രാഫിലോട്ട് വരുമ്പം ഈ പേഷ്യൻറ്റ് മിസ്സിസ് ഹെറിഡൽ എന്നാണ് അഡ്മിറ്റ് ആയതെന്നുള്ളത് നമുക്ക് എഴുതാവുന്നതാണ്. മിസ്സിസ് ഹെറിഡൽ വാസ് അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഓൺ 12 March 2018 വിത്ത് ദ കംപ്ലയിൻസ് ഓഫ് ജോയിൻറ്റ് സ്റ്റിഫ്നെസ്
ആൻഡ് പെയിൻ ഓവർ ദ ലാസ്റ്റ് 2 to 3 months ആൻഡ് 1 month റെസ്പെക്റ്റീവ്ലി. അത് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന മേജർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്പൈൻ ചെയ്ത് അങ്ങനെ എഴുതാവുന്നതാണ്. ഇനി അങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാൻ ആഗ്രഹമില്ലാത്തവർക്ക് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻ സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ബാലൻസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ സബ്ജക്റ്റീവ് കംപ്ലയിൻസും റിലവൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യണം. സോ ഷീ ഹാഡ് ത്രോബിംഗ് ഇൻ ദ ആം റീജിയൺ ആൻഡ് പെയിൻ ഇൻ ദ നീസ് നമ്മളവിടെ മെൻഷൻ ചെയ്തു. ഹെർ ആം ജോയിൻസ് വെയർ ഇൻഫ്ലെയിംഡ് ആൻഡ് ഹാർഡ് ഡിസ്കംഫർട്ട്. അപ്പം ആം ജോയിൻസ് ഇൻഫ്ലെയിംഡ് ആയിരുന്നു എന്നും പേഷ്യൻറ്റിന് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു എന്നും നമ്മളവിടെ എഴുതി. സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ ഇൻ ദ ഹാൻഡ്സ് ഹാവ് ലിമിറ്റഡ് ഹെർ ആക്ടിവിറ്റീസ്. അപ്പം ആക്ടിവിറ്റീസിനെ അത് ലിമിറ്റ് ചെയ്തു, അതല്ലെങ്കിൽ അഫക്റ്റഡ് ഹെർ ആക്ടിവിറ്റീസ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, മീനിങ് ഡിഫറൻസ് ഉണ്ടാവാതിരുന്നാൽ മതി. ഫിസിയോതെറാപ്പി ഹാസ് ബീൻ അറേഞ്ച്ഡ് ആൻഡ് ദ സ്വെല്ലിംഗ് ഹാസ് റെഡ്യൂസ്ഡ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോഗ്രസ്, അവിടെ നമ്മൾ കൊടുത്ത് പ്രൊവൈഡ് ചെയ്ത കെയർ, ഇതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന ഇതേ പാരഗ്രാഫിൽ ഇപ്പോൾ ഈ പാരഗ്രാഫ് ഒരു 7 to 8 ലൈൻസ് ഉണ്ടെങ്കിൽ ഇതിനോടുകൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിക്കേഷൻ്റെ ഇൻഫർമേഷനോടെ എഴുതണം. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്യൂ ഒരു 6 or 7 ലൈൻസ് എഴുതിയതിന് ശേഷം അതിന് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് നമുക്ക് ഇവിടെ മെഡിക്കേഷൻ്റെ കാര്യം കൂടെ എഴുതാവുന്നതാണ്. ഷി വാസ് പ്രിസ്ക്രൈബ്ഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്, അതുപോലെ തന്നെ നാപ്രോക്സിൻ, ആ ഇൻഫർമേഷനും ഇവിടെ എഴുതാവുന്നതാണ്. ഇനി അടുത്തൊരു പാരഗ്രാഫ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററിയാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഒരു 3 ലൈൻസ് അവിടെ മാക്സിമം വരുന്നുള്ളൂ. സോ ആദ്യത്തെ പാരഗ്രാഫ് ഒരു 6 or 7 ലൈൻസിൽ ബ്രേക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ മെഡിക്കേഷൻ ഹിസ്റ്ററി, ഫിസിയോതെറാപ്പിയുടെ കാര്യമെല്ലാം എഴുതിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ സോഷ്യൽ ഹിസ്റ്ററി മെൻഷൻ ചെയ്യാവുന്നതാണ്. സോഷ്യൽ ഹിസ്റ്ററിക്ക് വേണ്ടി സെപ്പറേറ്റ് പാരഗ്രാഫ് വേണമെന്ന് ഇവിടെ നിർബന്ധമൊന്നുമില്ല. സോ സോഷ്യൽ ഹിസ്റ്ററി എഴുതുമ്പോൾ മിസ്സിസ് ഹെർഡിൽ ഈസ് മാരീഡ് ആൻഡ് ലിവ്സ് വിത്ത് ഹെർ 4 children എന്നുള്ളത് എഴുതാം. ഷീ വർക്ക്സ് ആസ് എ പാർട്ട് ടൈം പ്രൈമറി സ്കൂൾ ടീച്ചർ ആൻഡ് ഷീ ഈസ് ആങ്ഷ്യസ് ടു റിട്ടേൺ ടു വർക്ക് എന്നുള്ളത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് പാരഗ്രാഫ് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡിസ്ചാർജ് പ്ലാന്റ് ഇവിടെ വരുമ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഒരു ഫുൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. പർപ്പസ് ഓഫ് ദ ലെറ്ററിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വരുമ്പം ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് ഇവാലുവേറ്റ് ആൻഡ് ട്രീറ്റ് മിസ്സിസ് ഹെർഡിൽസ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അങ്ങനെ എഴുതാം. ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിനെ അസസ് ചെയ്തതിന് ശേഷം ആ ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ഫർദറായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണോ മുമ്പോട്ട് പോകാനുള്ളത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ഇതിനെ പല രീതിയിൽ നമുക്ക് എഴുതാം. ഇവിടെ ഞാൻ അസസിന് പകരം ഇവാലുവേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അസസ് ആൻഡ് ട്രീറ്റ് മിസ്സിസ് ഹെർഡിൽസ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെ എഴുതാം. അതല്ല, ഇനി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുണ്ട്, അത് തന്നെ അതേ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് അസസ് ആൻഡ് ഓർഗനൈസ് എ കൺസൾട്ടേഷൻ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് പ്രസൻറ്റ് ചെയ്യാം. പ്രസൻറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ റെസിപ്പിയൻറ്റിന് ആവശ്യമുള്ളതായിരിക്കണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നതെന്ന് റെസിപ്പിയൻറ്റിന് മനസ്സിലാവണം. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം. സോ ഈ പാരഗ്രാഫിന് ശേഷം നമുക്ക് എഴുതാവുന്നതാണ് പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് നമ്മുടെ കൺസേൺ പല രീതിയിൽ നമുക്ക് അവരെ അറിയിക്കാം. അതിനുശേഷം യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ സെറ്റിങ്ങിൽ നമ്മളെന്ന് പറയുന്നത് ചാർജ് നേഴ്സാണ്. സോ നമ്മൾ യുവേഴ്സ് സിൻസിയർലി ചാർജ് നേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ ഒരു ലെറ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ലെറ്റർ ശരിക്കും പറഞ്ഞ ഒരു സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് 180 to 200 വേർഡ്സിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ പാരാഫ്രൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഈ ലെറ്ററിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനേ ഉള്ളൂ. അതുകൊണ്ട് ഏതൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഈ ലെറ്റർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആകേണ്ട ഒരു കാര്യവും ഇതിൻ്റെ അകത്തില്ല. ഇറലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വളരെ ലെസ് ആണ് ഇതിൻ്റെ അകത്ത്. സോ നമുക്കത് ഈസി ആയിട്ട് തന്നെ ഫസ്റ്റ് വായിക്കുമ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇറലവൻ്റ് പോയിന്റ്സിനെ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയുവാണെങ്കിൽ പിന്നെ റിലവൻ്റ് പോയിന്റ്സിനെ ഓക്കെ അതെങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്തൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ട് ഈ രീതിയിലൊന്ന് എഴുതിയാൽ മതി. അപ്പം ഞാൻ ഈ പെർട്ടിക്കുലർ ലെറ്റർ വായിച്ചിട്ട് ഈ ലെറ്ററിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോരോ കാൻഡിഡേറ്റും ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോഴും ഓരോരുത്തരും അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ബേസിക്കലി നോക്കുമ്പം റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ചൂസ് ചെയ്ത് പ്രിയോറിറ്റൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് റെസിപ്പിയൻറ്റിന് ആവശ്യമുള്ള ഇൻഫർമേഷൻ നല്ല രീതിയിൽ ഒരു ഫോർമൽ ലെറ്ററിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പം ഈ ലെറ്റർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ ലെറ്ററിൻ്റെ റിട്ടേൺ കോപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ OET Genius ഇൻഫോ ബോക്സിൻ്റെ FB പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനും ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ
ഒരു എക്സാമ്പിൾ ഉള്ള നിലയിലുള്ള ഒരു ആൻസറും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ക്വസ്റ്റിനോ അതുപോലുള്ള ഏതെങ്കിലും റൈറ്റിംഗ് ടാസ്കിലുള്ള ഡൗട്ട്സ് എന്തെങ്കിലും കൺസേൺസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ ലിസണിങ് മീ.